രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി വന്നതിനെ ഒരു പരീക്ഷണമായി കാണുകയാണെന്ന് ബി.ജെ.പി. ദേശീയ സമിതി അംഗം സി.കെ. പത്മനാഭൻ. കേന്ദ്ര നേതൃത്വം പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നത് നാളെ കണ്ടറിയേണ്ട കാര്യമാണ്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അത്തരമൊരാളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവരിക എന്നത് ഒരു പരീക്ഷണം തന്നെയാണ്. അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് താൻ കരുതുന്നതെന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് പോകാതിരുന്നതെന്നും സി.കെ. പത്മനാഭൻ കണ്ണൂർ അലവിലിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ നേതൃത്വം നമ്മുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നു. ഞാൻ വളരെ അതിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് അതൊരു പുതിയ പരീക്ഷണമാണ്. നമ്മുടെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പുതിയ പരീക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു സമ്പ്രദായത്തിന് പകരം ഒരു പുതിയ ഒരു രീതിയിലേക്ക് കേരളത്തിൽ ഒരു പരീക്ഷണം നടത്തുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളെ അത് തീരുമാനിക്കേണ്ട കാര്യമാണത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശരിക്ക് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വേരുകൾ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ദേശമംഗലത്ത് ഉള്ളൊരു ആണ്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിലെ നമ്മുടെ കെൽട്രോണിൻ്റെ നമ്പ്യാരുടെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള ഒരു വലിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. സാധാരണ രാഷ്ട്രീയത്തിൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയുണ്ട്. ബ്യൂറോക്രാറ്റുകളെ കൊണ്ടുവരുന്ന രീതിയുണ്ട്, IAS-കാരെ അങ്ങനെയുള്ള. പക്ഷേ ബ്യൂറോക്രാറ്റുകളെ കൊണ്ടുവന്നാലും അവർക്കൊക്കെ MP ആക്കുക, മന്ത്രിയാക്കുക ആ തലത്തിലാണ്. പക്ഷേ സംഘടനയുടെ ഒരു തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പുതിയ പരീക്ഷണമാണ്. അപ്പോൾ 3 തവണ അദ്ദേഹം രാജ്യസഭാ മെമ്പറായി കർണാടകത്തിൽ നിന്ന്, പിന്നെ അവിടെ കേന്ദ്രമന്ത്രിയായി, ഇവിടെ പാർലമെൻറ്റിൽ മത്സരിച്ച് വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം അദ്ദേഹം നടത്തി. തിരുവനന്തപുരം പാർലമെൻറ്റിൽ ചെറിയ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതിനുശേഷം അപ്പോൾ അദ്ദേഹം കേരളവുമായിട്ടുള്ള ഒരു ചെറിയ ബന്ധം ആ നിലയ്ക്ക് കുടുംബപരമായിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹം ഈ സമീപകാലത്ത് ബന്ധം തുടങ്ങി. അത് നല്ല നിലയിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.